ഇന്ത്യൻ ഹോക്കിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ തലത്തൊട്ടപ്പനെക്കുറിച്ച് പറയണ്ടേ? സാക്ഷാൽ ധ്യാൻചന്ദിനെ കുറിച്ച്. ധ്യാൻചന്ദിൻ്റെ കളി മികവിനെക്കുറിച്ചോ നേടിയ ഗോളുകളുടെ എണ്ണത്തെ പറ്റിയോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു കഥയാണ്. കഥയെന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന സംഭവം നടന്നു എന്ന് തെളിയിക്കാൻ ഇന്നത്തെ പോലെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഉണ്ടായിരുന്ന കാലമല്ലായിരുന്നല്ലോ. ഏതായാലും ഈ സംഭവം നടക്കുന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ മുറിമീശയ്ക്ക് കീഴിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. എല്ലാ ഇനത്തിലും ജർമ്മനി സ്വർണം നേടണമെന്നാണ് ഹിറ്റ്ലറുടെ ഉത്തരവ്. ജർമ്മനി ഫൈനലിലെത്തിയാൽ ഹിറ്റ്ലർ വരും, മത്സരം കാണും. ജയിച്ചില്ലെങ്കിൽ ജർമ്മൻ ടീമിന്റെ കാര്യം കട്ടപ്പോഹ. അതിനു മുമ്പുള്ള 2 ഒളിമ്പിക്സിലും ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. ബെർലിനിലെ ഫൈനൽ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ. കളി കാണാൻ ഹിറ്റ്ലർ ഗാലറിയിൽ. തുടക്കത്തിൽ 1 ഗോളിന് ഇന്ത്യ മുന്നിൽ. പിന്നാലെ കൂട്ടിയിടിച്ച് വീണ് ഇന്ത്യയുടെ തുറുപ്പിച്ചേട്ട് ശ്രീ ധ്യാൻചന്ദ് കരയ്ക്ക് കയറേണ്ടി വന്നു. പക്ഷേ കളി അവിടെയല്ലായിരുന്നു. പല്ലെന്ന് പോയെങ്കിലും ധ്യാൻചന്ദ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നു. അതൊരു ഒന്നൊന്നര തിരിച്ചു വരവായിരുന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി ഗോളുകൾ ജർമ്മൻ വരെ തുളച്ചു കയറി. 8-1 ഹിറ്റ്ലറുടെ കൺമുമ്പിൽ ജർമ്മനി തോറ്റു. 4 ഗോളുകൾ ധ്യാൻചന്ദിന്റെ വകയായിരുന്നുവെന്ന് സ്കോർ ഷീറ്റിൽ. പിന്നീട് തന്റെ ആത്മകഥയിൽ ധ്യാൻചന്ദ് താൻ 3 അടിച്ചുള്ളൂവെന്ന് വ്യക്തമാക്കി. നമ്മുടെ കഥ അവിടെ തീരുന്നില്ല. മത്സരം കഴിഞ്ഞ് ഇന്ത്യൻ ടീമിനെ കാണാനെത്തിയ ഹിറ്റ്ലർ ദ്വിഭാഷി മുഖേന ധ്യാൻചന്ദിനോട് ചോദിച്ചു, ഇന്ത്യയിൽ എന്താണ് പണി? സൈന്യത്തിൽ ഒരു സാധാ പഠനെന്ന് മറുപടി. സാൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ ലാൽ ബാബുരാജിനോട് ചോദിക്കുന്നത് പോലെ, പോരുന്നു എന്റെ കൂടെ, ജർമ്മൻ പട്ടാളത്തിൽ വലിയ പോസ്റ്റ് തരാം. പെട്ടെന്ന് തന്നെ മറുപടി, വേണ്ട സാർ, എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിച്ചാൽ മതി, അതാണ് എന്റെ സന്തോഷം. ധ്യാൻചന്ദും ഹിറ്റ്ലറും കണ്ടുമുട്ടിയതിന് തെളിവായി ഫോട്ടോയൊന്നുമില്ല. ഈ AI കാലത്ത് ChatGPT യോട് പറഞ്ഞാൽ ഫോട്ടോ കിട്ടുമായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം.